അധ്യാപകരെ പ്രാഥമിക കൗൺസിലർമാരാക്കുന്നതിനായി പരിശീലനം നൽകി ശാക്തീകരിക്കുന്നത് സംബന്ധിച്ച് കുട്ടികളുടെയും യുവാക്കളുടെയും മാനസിക സുസ്ഥിതി മെച്ചപ്പെടുത്തുന്നതിന് വിവിധ തലങ്ങളിൽ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ കർമ്മപദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളുടെ ഏകോപനത്തെ തുടർന്ന് ദീർഘകാല ഹ്രസ്വകാല കർമ്മപദ്ധതികൾ സർക്കാർ ആവിഷ്കരിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർദ്ദേശിച്ച ആക്ഷൻ പ്ലാനിൻ്റെ ഭാഗമായി പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സെക്കൻഡറി ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ വിദ്യാർത്ഥികളുടെ മാനസിക ശാരീരിക കൗമാരകാല പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും മാനസിക പിന്തുണ നൽകുന്നതിനും മയക്കുമരുന്ന് പോലുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത് തടയുന്നതിനും അധ്യാപകർക്ക് പരിശീലനം നൽകി ഒരു ആരോഗ്യകരമായ യുവജനതയെ വാർത്തെടുക്കുക എന്ന ഒരു പ്രധാന ഘടകമാണ്. അധ്യാപകരെ പ്രാഥമിക കൗൺസിലർമാരാക്കുന്നതിന് കർമ്മപദ്ധതിയും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായി പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി, പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ, ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻറ്റർ, ഹയർ സെക്കൻഡറി, VHSE, കരിയർ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് വിഭാഗം, വനിതാ ശിശു വകുപ്പ് എന്നിവർ പ്രാഥമിക ചർച്ച നടത്തുകയുണ്ടായി. പദ്ധതി നിർവഹണം. പരിശീലനം 3 ഘട്ടങ്ങളിലായാണ് സംസ്ഥാനതലം, ജില്ലാതലം, സ്കൂൾ തലം നടപ്പിലാക്കുന്നത്. പദ്ധതി നടത്തിപ്പിനും പരിശീലനത്തിനുമായി ആരോഗ്യവകുപ്പിന് കീഴിലുള്ള സെൻറ്റർ ഫോർ ചൈൽഡ് ഡെവലപ്മെൻറ്റിൻ്റെ ചുമതലപ്പെടുത്തും. 8 മുതൽ 12ാം ക്ലാസ് വരെയുള്ള അധ്യാപകർക്ക് ആദ്യഘട്ടത്തിൽ പരിശീലനം നൽകാവുന്നതും 2ാം ഘട്ട അപ്പർ പ്രൈമറി തലത്തിലുള്ള അധ്യാപകർക്ക് പരിശീലനം നൽകും. CDCയുടെ നേതൃത്വത്തിൽ മോഡ്യൂളുകളും സംസ്ഥാനതല മാസ്റ്റർ ട്രെയിനിങ്ങുകളും നടപ്പാക്കാവുന്നതാണ്. സംസ്ഥാനതലത്തിൽ 200 അധ്യാപകരെ ചേർത്ത് 3 ദിവസത്തെ റെസിഡൻഷ്യൽ പരിശീലനം നൽകും. ഇത് തുടർച്ചയായി സ്ട്രെസ് മാനേജ്മെൻറ്റ്, മൈൻഡ്ഫുൾനെസ് എന്നീ സെക്ഷനുകളും ഇതിൽ ഉൾപ്പെടുത്തും. സംസ്ഥാനതല മാസ്റ്റർ ട്രെയിനിങ് SRG പരിശീലനം. സംസ്ഥാന തലത്തിൽ തിരഞ്ഞെടുത്ത വനിതാ ശിശു വികസന വിഭാഗം സ്കൂൾ കൗൺസിലർമാർ, സൗഹൃദ കോർഡിനേറ്റർമാർ, VHSE, കരിയർ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് കോർഡിനേറ്റർമാർ, ഹൈസ്കൂൾ അധ്യാപകർ, ഡയറ്റ് ഫാക്കൽറ്റിമാർ എന്നിവരുൾപ്പെടെ 200 പേർക്ക് പരിശീലനം നൽകുന്നതാണ്. 3 ദിവസത്തെ റെസിഡൻഷ്യൽ പരിശീലനം ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻറ്ററിൻ്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കാവുന്നതാണ്. 3 ദിവസം മൈൻഡ്ഫുൾനെസ് സെക്ഷൻ പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ നടക്കും. ഡോക്ടർ വാസുകിയാണ്. പരിശീലനം ലഭിച്ച സംസ്ഥാനതല മാസ്റ്റർ ട്രെയിനിമാർ ജില്ലാതലത്തിൽ പരിശീലനം നൽകുന്നതാണ്. പരിശീലന വിഷയങ്ങൾ ലീഗൽ അവയർനെസ്, അതിൽ ഈ ചൈൽഡ് അബ്യൂസ്മെൻ്റ് അത്തരം കാര്യങ്ങളെല്ലാം വരും. അഡോൾസെൻ്റ് ഡെവലപ്മെൻ്റൽ ചലഞ്ച്, ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ലേണിംഗ് ഡിസബിലിറ്റി, ഈ തുടങ്ങിയ വിഷയങ്ങളാണ്. ആൻറ്റി റാഗിങ്, ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ, മൈൻഡ്ഫുൾനെസ്, സ്ട്രെസ് റിലീഫ്, ഇതൊക്കെയാണ് വിഷയങ്ങൾ. ജില്ലാതലത്തിൽ തിരഞ്ഞെടുക്കുന്ന WCD സ്കൂൾ കൗൺസിലർമാർ, സൗഹൃദ കോർഡിനേറ്റർമാർ, VHSE, കരിയർ മാസ്റ്റർമാർ, ഹൈസ്കൂൾ അധ്യാപകർ എന്നിവർക്ക് സംസ്ഥാന തല മാസ്റ്റർ ട്രെയിനിമാരുടെ ആഭിമുഖ്യത്തിൽ ജില്ലാതലത്തിൽ 3 ദിവസം പരിശീലനം നൽകുന്നതാണ്. ഇത് ഏകദേശം 4239 അധ്യാപകർ ഉൾപ്പെടും. ഏകദേശം 91 ബാച്ചുകളിലായി 3 ദിവസങ്ങളിലായി തുടർച്ചയായി ജില്ലകളിൽ വെച്ച് പരിശീലനം നൽകും. ഫീൽഡ് തല പരിശീലനം. ജില്ലാതലത്തിൽ പരിശീലനം നേടിയ മാസ്റ്റർ ട്രെയിനിമാർ തുടർന്ന് സ്കൂൾ തലത്തിൽ 3 ശനിയാഴ്ചകളിലായി എല്ലാ സെക്കൻഡറി, ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി അധ്യാപകർക്കും പരിശീലനം നൽകുന്നതാണ്. കൗൺസിലിംഗ് സെക്ഷനുകൾ കൈകാര്യം ചെയ്യുന്നതിന് പരിശീലനം നേടിയ കൗൺസിലർമാരുടെ സേവനം തന്നെ ഉപയോഗപ്പെടുത്തുന്നതാണ്. 80,000-ഓളം ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി അധ്യാപകർക്കാണ് ഫീൽഡ് തല പരിശീലനം നൽകുന്നത്. പരിശീലന രീതി: 17 മണിക്കൂറുകളിലായി 12 സെക്ഷനുകൾ ഉൾപ്പെടുന്ന ഓഫ്ലൈൻ സെക്ഷനിൽ കേസ് സ്റ്റഡി, പ്രോബ്ലം സോൾവിംഗ്, റഫറൽ സംവിധാനം തുടങ്ങിയ വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതുകൂടാതെ ഓൺലൈൻ സംവിധാനത്തിലൂടെ അധ്യാപകർ നേരിടുന്ന പ്രശ്നങ്ങൾ കേൾക്കുന്നതിനും പരിഹരിക്കുന്നതിനും കൈറ്റിൻ്റെ സഹായത്തോടെ സംവിധാനം ഒരുക്കുന്നതാണ്. DLED, B.Ed കരിക്കുലത്തിൽ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് ഉൾച്ചേർക്കുന്നത് സ്കൂൾ തലത്തിൽ കൗൺസിലിംഗ് നൽകുന്നതിനും കുട്ടികളുടെ പ്രശ്നങ്ങൾ കണ്ടെത്തുന്നതിനും പരിഹരിക്കുന്നതിനും ഉപകാരപ്രദമാകും. ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി അധ്യാപകരുടെ പരിശീലനത്തിന് ശേഷം 2ാം ഘട്ടമായി പ്രൈമറി, അപ്പർ പ്രൈമറി അധ്യാപകർക്ക് നൽകും. കുട്ടികളുടെ പ്രായത്തിനനുസരിച്ചുള്ള മോഡ്യൂളുകൾ തയ്യാറാക്കും. ഷെഡ്യൂൾ സംസ്ഥാനതലം മേൽ വിഷയങ്ങൾ ഉൾപ്പെടുത്തി 2025 ആഗസ്റ്റ് മാസം 11 മുതൽ 13 വരെ റെസിഡൻഷ്യൽ പരിശീലനം തിരുവനന്തപുരത്ത് മരിയ റാണി കൺവെൻഷൻ സെൻറ്ററിൽ വെച്ച്. അവിടെ വെച്ച് തന്നെയാണ് മൈൻഡ്ഫുൾനെസ് ആൻഡ് സ്ട്രെസ് മാനേജ്മെൻറ്റിൻ്റെ പരിശീലനം നടക്കുന്നത്. ജില്ലാതല പരിശീലനം സെപ്റ്റംബർ, ഒക്ടോബർ 2 മാസങ്ങളിൽ. ഫീൽഡ് തലം നവംബർ, ഡിസംബർ മാസങ്ങളിൽ.
നടത്തിപ്പ് ചുമതല സംസ്ഥാന തലത്തിൽ പദ്ധതി നടത്തുന്നതിനും വിലയിരുത്തുന്നതിനുമായി ഒരു മോണിറ്ററിംഗ് സെൽ രൂപീകരിച്ചിട്ടുണ്ട്. ചെയർമാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ, കൺവീനർ അഡീഷണൽ ഡയറക്ടർ അക്കാഡമിക്. ഈ കാലഘട്ടത്തിലെ ഏറ്റവും ആവശ്യമായ ഒരു ട്രെയിനിങ് പ്രോഗ്രാമാണ് വളരെ ശാസ്ത്രീയമായ രീതിയിൽ നടപ്പിലാക്കുന്നതിനാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആസൂത്രണം ചെയ്തിട്ടുള്ളത്.